SBIയിലെ ഡെപ്യൂട്ടി മാനേജറായ ജിതിൻ KV ആണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ജിതിനെ ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് നമ്മൾ ലോൺ എടുത്ത് വീട് വെക്കണോ, ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ പൊതുവെ പറയാറുണ്ട് ലോൺ എടുത്ത് വീട് വെക്കുന്ന ഒരു ബാധ്യതയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത്. പ്ലസ് ഈ പറയുന്നത് പോലെ തന്നെ ഒരു സ്ഥിര വരുമാനമുള്ളവർ ഒരു ലോൺ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ലാഭമായിരിക്കുമോ നഷ്ടമായിരിക്കുമോ? അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അത് ലാഭമാണ്. ഒരു ലോങ് ടൈം റണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വരുമാനം, നമ്മളിപ്പോൾ റെൻ്റൽ കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു എമൗണ്ടേ ആവുന്നുള്ളൂ. നമ്മളുടെ ഒരു വീട് വാങ്ങിച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ അത് EMI ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നമുക്കൊരു ഭാവിയിലേക്ക് നമ്മളൊരു ഒരു കരുതൽ എന്നുള്ള രീതിയിലൊരു വീടൊരു സ്വപ്നമാണല്ലോ എല്ലാവരുടെയും. അപ്പം അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, അത് ബാങ്കിൻ്റെ ഹെൽപ്പോടെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ലോണുകൾ ലഭിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അവർക്ക് വീടെന്ന സ്വപ്നം നമുക്ക് അവർക്കൊരു സ്വപ്നമായിട്ടൊന്നും അല്ലാതെ നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. ഈ പണ്ട് എപ്പോഴും ഈ ലോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ചെരുപ്പ് തേയുക എന്നുള്ളത്. അപ്പോൾ ലോണിന് നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്ന്. ഇപ്പോൾ അതാണോ അവസ്ഥ? ഒരുപാട് ഡോക്യുമെൻറ്റേഷനും ഒരുപാട് പ്രോസസ്സും ഒരുപാട് ചാർജുകളും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ 24ൻ്റെ ഈ എക്സ്പോയിൽ വരുന്ന ഇപ്പം ഈ പറയുന്ന ബിൽഡേഴ്സിൻ്റെ എല്ലാം അപ്രൂവ്ഡ് പ്രൊജക്ട്സാണ്. ബാങ്ക് ഓൾറെഡി ലീഗലും വാല്യുവേഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ സൈറ്റിൽ തന്നെ ഇതെല്ലാം അപ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു 80% to 90% നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഫർണിഷിങ് ഫണ്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്കൊരു 1 to 3 days, നമ്മൾ പറയുന്നത് 1 ഡേയിൽ സാങ്ഷനാണ്, ബട്ട് മാക്സിമം ബൈ 3 days നമുക്കിതെല്ലാം അവർക്ക് അവരുടെ സ്വപ്ന ഭവനം അവരുടെ കയ്യിൽ കിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ പറയാറുണ്ട് ഈ ലോൺ നമ്മൾ പ്രീ ക്ലോഷർ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ പാർട്ട് പേയ്മെൻറ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചില വേരിയേഷൻസ് ഇപ്പോൾ ക്ലയൻറ്റിന് വേണം എന്നുണ്ടെങ്കിൽ, കസ്റ്റമർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് ബാങ്ക് ചില ഹിഡൻ ചാർജസ്, നമ്മളിതൊന്നും അറിയുന്നില്ല, പക്ഷേ അവരവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ചാർജുകൾ, അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെയുള്ള ഹിഡൻ ചാർജസോ പ്രോസസ്സിംഗ് ഫീ ഒക്കെ ഉണ്ടോ? നമുക്ക് ഹിഡൻ ചാർജസ് എന്ന് പറയുന്ന ബാങ്കിനില്ല. കാര്യം ഈ ഓൾറെഡി ഇപ്പം ഈ പറയുന്ന ഇവിടുത്തെ അപ്രൂവ്ഡ് പ്രൊജക്ട്സിനാണെങ്കിൽ നമുക്ക് ലീഗൽ ചാർജസോ വാല്യൂഷൻ ചാർജസോ ഒന്നും വരുന്നില്ല. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മൾ ലീഗലെല്ലാം കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടൊന്നും വെക്കുന്നില്ല. കസ്റ്റമറിനോട് പറഞ്ഞ് ചില സമയത്ത് നമുക്ക് ഫെസ്റ്റീവ് സീസണിൽ പ്രോസസ്സിംഗ് ചാർജേ ഉണ്ടാവാറില്ല. ചില സീസൺസിൽ വളരെ കുറച്ച് ഹാഫ് ഓഫ് ദ പ്രോസസ്സിംഗ് ചാർജ്, ഇതെല്ലാം നമ്മൾ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അല്ലാതെ ഹിഡൻ ആയിട്ടൊരു ചാർജസ് നമ്മൾ വാങ്ങിക്കാറില്ല. SBI സംബന്ധിച്ചോടെ വളരെ ഹാസിൽ ഫ്രീ ആയിട്ടാണ് ലോൺസ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മാഡത്തിനോട് പറയുന്നതെന്ന് വെച്ചാൽ അല്ലാതെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ച് വീട് ഇപ്പം ഇവിടെ ഇപ്പോൾ അപ്രൂവ്ഡ് ബിൽഡേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു വീട് സ്ഥലമുണ്ട്, നമുക്ക് വീട് വെക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലീഗൽ അവരുടെ ആ കൊണ്ടുവരുന്ന പ്രോപ്പർട്ടിയുടെ ലീഗൽ തീരുന്നു, അതായത് ഒരു 7 to 14 days ആ ലീഗൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ മാഡം നേരത്തെ പറഞ്ഞൊരു ചെരുപ്പ് തേയുന്ന ഒരു അവസ്ഥയൊന്നും ഇവിടെ ഇല്ല. ഓൾറെഡി ഈ ബിൽഡേഴ്സുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക്. അപ്പോൾ ഞാനിപ്പോൾ 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വാങ്ങിക്കുക, എനിക്ക് എത്ര രൂപ വരെ ലോൺ കിട്ടും? അത് 2 കണ്ടീഷൻസ് ഉണ്ട് മാഡം. ഒന്ന്, ബാങ്ക് അത് ഇൻകം ബേസ്ഡ് ആണ് പ്യുവർലി ചെയ്യുന്നത്. ഇപ്പം വരുമാനം എത്രയാണോ RBI ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് എത്ര വരുമാനം, അയാളുടെ മന്ത്ലി വരുമാനത്തിന് എത്ര ശതമാനം വരെ നമുക്ക് ലോൺ കൊടുക്കാം. അതായത് ഇപ്പോൾ 5 lakhs വരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 55% അയാളുടെ NMI നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം 10 lakhs എബോ ആണ് അയാളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ 70 to 75% വരെ അയാളുടെ നെറ്റ് മന്ത്ലി ഇൻകത്തിൽ നിന്ന് നമുക്ക് EMI ആയിട്ട് എടുക്കാം. അപ്പോൾ അതനുസരിച്ചാണ് ലോൺ പോവുക. പിന്നെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 80 to 90% നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. അത് അയാളുടെ കസ്റ്റമറിൻ്റെ ഇൻകം എലിജിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഈ പാർട്ട് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, അല്ലെ പ്രീ ക്ലോഷർ നടത്തുകയാണെങ്കിൽ എന്താണ് ഈ കസ്റ്റമറിന് കിട്ടുന്ന സൗകര്യം? മാഡം, പാർട്ട് പേയ്മെൻറ്റ് പ്രീ ക്ലോഷർ ചാർജസ് ഒന്നുമില്ല. കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും പാർട്ട് പേയ്മെൻറ്റ്സ് നടത്താം. അതുപോലെ തന്നെ ബാങ്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ പാർട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ അയാളുടെ കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ ബാങ്കിലേക്ക് അടയ്ക്കുന്നത് കുറവായിരിക്കും. എപ്പോഴും ബെനിഫിഷ്യറി ആയിട്ട് നിൽക്കുന്നത് കസ്റ്റമറാണ്. അതുപോലെ തന്നെ പ്രീ ക്ലോഷർ ആയാലും ഇപ്പോൾ ചാർജസ് ഒന്നുമില്ല. ഒരു കസ്റ്റമറിന് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഞാൻ ഈ പ്രേക്ഷകരോട് പറഞ്ഞത് ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലക്കയറ്റം, എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ ഒരു പ്രൈസ് കൂടുന്നത്. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ ഇപ്പോൾ ഞാനൊരു 30 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ, എക്സാമ്പിൾ പറയുന്നത് 30 ലക്ഷത്തിന് കിട്ടത്തില്ല എന്ന് ചില വിചാരം. അപ്പോൾ 30 അല്ലെങ്കിൽ 45 ലക്ഷത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ എനിക്ക് ആ വിലയ്ക്ക് അത് കിട്ടില്ലല്ലോ. അപ്പോൾ അത്തരത്തിലൊരു റേറ്റ് ഡിഫറൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെയധികം. എന്ന് വെച്ചാൽ
നേരത്തെ ടെക്നോ പാർക്ക് ഈ ഭാഗത്ത് കഴക്കൂട്ടം ആണ് ട്രിവാൻഡ്രത്തെ ചേഞ്ചിങ് ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പം ടെക്നോ പാർക്ക് ടെക്കീസ് വരുന്ന ഒരു മേഖലയാകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു 2020 ഇവിടെ ഒരു 5,000 to 500 ആണ് സ്ക്വയർ ഫീറ്റ് എങ്കിൽ ഇപ്പോൾ റേറ്റ്സ് മാറിയിട്ടുണ്ട്. ഏകദേശം 7,000 to 8,000 വരുന്നതും 12,000 വരുന്നതും ഈ ഭാഗത്ത് തന്നെയുണ്ട്. അപ്പം ആ റേറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 20 ബുക്ക് ചെയ്ത ഒരു കസ്റ്റമറിൻ്റെ ആ ഫ്ലാറ്റ് തന്നെ ഇപ്പോൾ പോകുന്നത് ഏകദേശം 7,000. അപ്പം ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ട് നോക്കുമ്പോൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു സമയമാണിത്. അതായത് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ്, അതായത് കൂടത്തേ ഉള്ളൂ. അതായത് അതുകൊണ്ടാണ് പ്രോജക്ട്സ് എല്ലാം ട്രിവാൻഡ്രം ബേസ്ഡ് വരുന്നത്. ബാങ്ക്സ് എല്ലാം ഇത് ഫണ്ട് ചെയ്യാനായിട്ടും ലോൺ കൊടുക്കാനുമായിട്ടും നമ്മൾ തയ്യാറായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് ചിലരെങ്കിലും സിബിലിൽ തട്ടി നിൽക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പം സിബിൽ സ്കോർ എത്രത്തോളം നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്? സിബിൽ സ്കോർ ബേസ് ചെയ്തിട്ടാണ് മാഡം ഇപ്പോൾ റേറ്റ്സ് എല്ലാം വരുന്നത്. നമ്മുടെ റേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7.5 അത് സിബിൽ സ്കോർ ബേസ്ഡ് ആണ്. ബട്ട് സിബിൽ സ്കോറിൽ ഇപ്പം ചില കസ്റ്റമേഴ്സിന് അവർ പോലും അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോൺ കയറി വരികയാണെന്നുണ്ടെങ്കിലും സിബിലിൻ്റെ അതോറിറ്റി ഹാസ് ബീൻ ചേഞ്ച്ഡ്. അപ്പം നമുക്കൊരു ഡെയിലി കഴിഞ്ഞ ഒരു കുറേ നാൾക്ക് മുമ്പ് ഒരു 3 മാസം മുമ്പൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ഡേയ്സിൽ എവറി 15 ഡേയ്സ് അതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ട്. അപ്പോൾ മന്ത്ലി ട്വൈസ് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റമർ അറിയാതെ ഒരു ലോൺ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റ് കാരണമല്ല അതിനകത്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അതൊരു പ്രശ്നമല്ല ഇപ്പോൾ. അപ്പോൾ കസ്റ്റമർ ജെന്യുവൻ ആണ്, കസ്റ്റമറിന് അങ്ങനെ ലോൺ ഇല്ല, അല്ലെങ്കിൽ കസ്റ്റമർ എല്ലാം ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വി വിൽ പ്രൊവൈഡ് ലോൺ. അത് മാക്സിമം ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മുടെ എൻ്റെ. ഞാൻ ഈ പ്രേക്ഷകരോട് പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് പറഞ്ഞത് 30 വർഷത്തേക്ക് 1 ലക്ഷം രൂപയാണെങ്കിൽ 716 രൂപയാണ് EMI. അങ്ങനെ തന്നെയല്ലേ? അതെ 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 716 അത് 30 ഇയേഴ്സ് മാക്സിമം നമ്മൾ ഫണ്ട് ചെയ്യുമ്പോഴാണ്. കാര്യം ഒരാളുടെ ഇൻകം ബേസ് ചെയ്ത് പോകുമ്പോൾ, അതായത് അയാൾക്ക് വേറൊരു നമ്മൾ 13 ഇയേഴ്സ് ടെന്യൂർ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾക്ക് വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വരുമ്പോൾ അയാളുടെ നെറ്റ് മന്ത്ലി ഇൻകത്തിനുള്ളിൽ ഈ 2 ലോണുകളും ഉൾപ്പെടെ വരണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ടെന്യൂർ എടുത്ത് നമ്മൾ കവർ ചെയ്യാൻ പറയുന്നത്. കസ്റ്റമറിന് അത് വേണ്ട, കുറഞ്ഞ ടെന്യൂറിൽ എത്രയും പെട്ടെന്ന് ലോൺ അടച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ 15 25 20 ഇയേഴ്സിൽ നമുക്ക് കൊടുക്കുന്ന ടെന്യൂർ കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതിന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ലോൺ എടുത്ത് വീട് വെക്കുന്നത് കൊണ്ട് അത് ലാഭമാണോ നഷ്ടമാണോ? ഇപ്പോൾ സ്ക്വയർ ഫീറ്റിനൊക്കെ 6,500 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് 1-2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് 9,500 10,500 മാറും. ഒരു സ്ക്വയർ ഫീറ്റിനാണ് ഈ വ്യത്യാസം എന്ന് ഓർക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ആസ്തി സ്വന്തമാക്കിയാൽ അത്രയും ആസ്തി നമ്മുടെ കയ്യിലുണ്ടാകും. അതിൻ്റെ ഒരു റേറ്റ് വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ കാറോ ഫോണോ ഒക്കെ വാങ്ങുന്നത് പോലെയല്ല ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുന്നത് എന്ന് നമുക്ക് ചുരുക്കം. അപ്പോൾ ഇവിടെ എല്ലാ ബിൽഡേഴ്സും ഈ ബാങ്കുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബിൽഡറുമായിട്ടൊരു ധാരണയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടേംസിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.